അങ്ങനെ ഞങ്ങൾ ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിലെ ദർശനമൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഇനി വർക്കല ബീച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻലെസ് ജേണി ബൈ ദീപുവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇത് ബീച്ചിലോട്ട് പോകുന്ന വഴി സ്വല്പം കൺജസ്റ്റഡ് ആണ്. അപ്പോൾ ഇരു വശങ്ങളിലുമായിട്ട് ധാരാളം കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വർക്കല ബീച്ച് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പാപനാശം എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഇവിടെ കുളിച്ച് ശുദ്ധമായാൽ നമ്മുടെ പാപങ്ങളൊക്കെ കഴുകിക്കളയാനുള്ള ഒരു സ്ഥലമായിട്ടാണ്, ഈ പവിത്രമായ സ്ഥലമായിട്ടാണ് ഈ വർക്കല ബീച്ചിനെ നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഇത് ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തായിട്ടാണ്. അവിടുന്ന് എനിക്ക് തോന്നുന്നു ഒരു 1/2 കിലോമീറ്ററേ ഉള്ളൂ. ഇഷ്ടം പോലെ കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പാർക്കിംഗ് എവിടെയാണെന്ന് നോക്കണം. ഇവിടെ ഉണ്ട് പാർക്കിംഗ്. അപ്പോൾ നമ്മളങ്ങനെ വർക്കല ബീച്ചിലെത്തി. ഇപ്പം വർക്കല ബീച്ചിലെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. നല്ലൊരു ബീച്ചാണ്. പക്ഷേ ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് ഒന്നും കാണാൻ വയ്യ. കണ്ടില്ലേ, ഇവിടെ റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടില്ലേ, ഇഷ്ടംപോലെ. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലൊക്കെ, അതായത് ഈ ബീച്ചിനനുബന്ധമായ പ്രാന്തപ്രദേശങ്ങളിലൊക്കെ ഔഷധ ഗുണമുള്ള ധാരാളം നീരുറവകൾ ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഔഷധ സംബന്ധമായ വിഷയങ്ങൾക്ക് വളരെ പ്രശസ്തമായ ഒരു സ്ഥലമാണ്. ധാരാളം ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഒരു സ്ഥലമാണ് ഇതും ശിവഗിരി മഠമൊക്കെ. അതായത് ഇവിടുത്തെ പ്രധാന ആകർഷണീയത എന്ന് പറയുന്നത് നമ്മുടെ ഈ ജനാർദ്ദന സ്വാമി ക്ഷേത്രം, ഈ ബീച്ച്, അതുപോലെ തന്നെ പിന്നെ ശിവഗിരി മഠം, ഇതൊക്കെയാണ് വർക്കലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണീയത. ഇത് ഉത്സവം കഴിഞ്ഞ ഒരു സമയം ആയതുകൊണ്ടാണ് ഇവിടെ ചില മണ്ണിൻ്റെ കൂനകളൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട്. ഈ മണലിങ്ങനെ കൂട്ടി കൂന പോലെ ആക്കി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയോ ആചാര ചടങ്ങുകളുടെ ഭാഗമായിട്ടാണ്. ഇവിടെയാണ് ശരിക്കും ബലിതർപ്പണമൊക്കെ നടക്കുന്ന സ്ഥലം. വർക്കല ബലിതർപ്പണത്തിനൊക്കെ പ്രശസ്തമായ സ്ഥലം. കർക്കിടക ബാബു ബലിയൊക്കെ നടക്കുന്ന സ്ഥലമാണ്. അടിപൊളി, സൂപ്പർ, വിശാലമായ ഒരു കടൽ തീരം. അതൊക്കെ എൻ്റെ പുറകിൽ കാണുന്നതൊക്കെ കണ്ടിട്ടില്ലേ, അതൊക്കെ കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് റിസോർട്ടിൻ്റെ ഭാഗങ്ങളാണ്, റിസോർട്ടുകളൊക്കെ. ഇവിടെയും ഹോഴ്സ് റൈഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ട, ഹോഴ്സ് റൈഡിങ്ങിനുള്ള സൗകര്യമുണ്ട്. അയ്യോ, ദാണ്ട കണ്ടില്ലേ, രാത്രിയായിട്ട് ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ആളുകളുണ്ട് കേട്ടോ. നമുക്ക് വിജനമായിട്ടുള്ള സ്ഥലമൊന്നും അല്ല. ഹോഴ്സ് റൈഡിങ് വരെ ഇപ്പോൾ ഉണ്ട്. അതിന് വരെ ആൾ നിൽക്കുക കേട്ടോ. അടിപൊളി, നല്ല സൂപ്പർ ഒരു ബീച്ച്. എന്തായാലും നമ്മൾ വന്നു കഴിഞ്ഞാൽ എൻ്റർടൈൻ ചെയ്യാൻ കുറച്ചുണ്ട് ഇവിടെ വന്നാൽ. അടിപൊളി, കൊള്ളാം. ചെറുതായിട്ട് മഴ ചെറുതായിട്ട് പൊടിയുന്നുണ്ട് കേട്ടോ. അയ്യോ, പണിയാവുമെന്തോ. പണിയായ കയറി നിൽക്കാൻ പോലും ഒരു സ്ഥലമില്ല. ഇനി ഞാൻ ഈ നടന്നേ കുറച്ചിങ്ങ് സെൻട്രലിലോട്ട് വന്നു. ഇപ്പം കയറണമെങ്കിൽ അങ്ങ് പോകണം. കണ്ടിട്ടില്ലേ, ഇവിടെ ഒരു കച്ചവടം ചെയ്യുന്ന ഒരാളാണ്. കണ്ടില്ലേ, പുള്ളിക്കാരന് ഈ ലൈറ്റ് മിന്നുന്ന എന്തൊക്കെയോ സാധനങ്ങൾ, കുട്ടികൾക്കുള്ള സാധനങ്ങളാണ് കേട്ടോ. ഇവരൊക്കെ അവിടെ ആയിട്ട് ഇഷ്ടംപോലെ ഏതാണ്ട് ഇങ്ങനത്തെ കച്ചവടക്കാരുണ്ട് കേട്ടോ, കൊച്ചു കുട്ടികൾക്കുള്ള. അതുകൊണ്ട് അവിടെ ഒരു ലൈറ്റ് കാണുന്നില്ലേ, അത് ഏതോ റിസോർട്ടിൻ്റെ ആണോ അതോ ഉത്സവത്തിൻ്റെ ആണോ എന്ന് അറിഞ്ഞുകൂടാ. റിസോർട്ടിൻ്റെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആൾക്കാരൊക്കെ ദാണ്ട തിരിച്ച് കയറിപ്പോയി തുടങ്ങി. മഴ ചെറുതായിട്ട് കൂടി വരിക കേട്ടോ. അയ്യോ, നമുക്ക് പണിയാവുമോ എന്തോ, നല്ല പെയ്യുന്നുണ്ട്. ഇത് മിക്കവാറും പണി കിട്ടും. പിന്നെ ഇവിടെ കണ്ടില്ലേ, ഇവിടെ കുറച്ച് കണ്ടില്ലേ, മണ്ണ് ഒരു കുഴി പോലെ ഉണ്ടായിട്ടേ അതിനകത്ത് വെള്ളം നിറഞ്ഞെടുക്കും. എന്താണോ എന്തോ, മണൽ കുറേ മാറ്റിയിട്ടുണ്ട്. അത് മാറ്റിയതാണോ അതോ ഇങ്ങനെ ശരിക്കും ഇങ്ങനെ ആയിപ്പോയതാണോ എന്ന് അറിയത്തില്ല കേട്ടോ. അടിപൊളി. അങ്ങനെ വർക്കലയിലെ മനോഹരമായ ബീച്ചിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സൂപ്പർ ഒരു ബീച്ചാണ്. പക്ഷേ ഇപ്പോൾ മഴയായിപ്പോയി, ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് നേരം കൂടെ എൻ്റർടൈൻ ചെയ്തിട്ട് പോകുമായിരുന്നു. കാരണം പകലല്ലാത്തതുകൊണ്ട് വലിയ ചൂടില്ലല്ലോ. ഈ സമയത്തൊക്കെ വന്നാൽ നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. അത് തന്നെയല്ല, നമുക്കിവിടെ വലിയ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ല സേഫാണ്. ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാലും വേറെ വലിയ ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട. അയ്യോ, അതാണ്ട് ആൾക്കാരൊക്കെ ഓടുന്നു. മഴ കുതിരയും കൊണ്ടൊക്കെ പായുന്നു കേട്ടോ ആളുകൾ. മഴ നല്ലതുപോലെ പെയ്തു തുടങ്ങി. അപ്പം നമ്മളും ഇനി ഇവിടെ നിന്നാൽ ചിലപ്പം പണി കിട്ടും. കാരണം കണ്ടില്ല, ഇത്രയും ദൂരം പോകണം തിരിച്ച്. അവിടെ ചെന്നെങ്കിലേ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് കയറി നിൽക്കാനുള്ള സ്ഥലം കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് നേരെ തിരിച്ചു വിടാം. അയ്യോ, നമുക്കിപ്പം ചെറിയ രീതിയിൽ മഴ പൊഴിയുന്നുണ്ട്.
അപ്പോൾ എല്ലാവരും കണ്ടില്ലേ ഓടുക. അപ്പോൾ നമ്മളും മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് നേരെ അടുത്ത സ്ഥലം പിടിക്കാം, അല്ലെങ്കിൽ പണി കിട്ടും. അയ്യോ നനഞ്ഞ് മഴ കൂടി വരുന്നു. ഇനിയിപ്പോൾ ഓടുക അല്ലാതെ വേറെ നിവർത്തിയില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങളിപ്പോൾ ഇവിടെ സർവ എന്നും പറഞ്ഞ ഒരു കഫേയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി എത്തിയതാണ്. അടിപൊളി ഒരു കഫേ കണ്ടില്ലേ, സർവ എന്നാണ് എൻ്റെ പേര്. ഇത് ഇവിടെ ഈ ഫുഡ് മാത്രമല്ല, പിന്നെ മസാജിങ് പാർലർ, അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും ഉള്ളതാണ്. പിന്നെ റിസോർട്ടും കൂടെ ഇത് എല്ലാ ഫെസിലിറ്റീസും ഇവിടെ അവർ ഒരുക്കി തരും നമുക്ക് വേണമെങ്കിൽ. കൊള്ളാം. ഇത് ശരിക്കും പറഞ്ഞാൽ കഫേ മാത്രമല്ല, ഒരു റിസോർട്ടിൻ്റെ ഒരു സെറ്റപ്പാണ് കേട്ടോ. കൊള്ളാം, അടിപൊളി ലൈറ്റും ഒക്കെ ഇട്ടേ നല്ല വലിയൊരു റിസോർട്ടാണ് കേട്ടോ. ഇവിടെ പല ഫങ്ഷനിങ് ഉണ്ട്, അതായത് ഈ ഉഴിച്ചിലും അതുപോലെ മസാജിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. എന്തൊക്കെയോ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ വന്നിട്ടുണ്ട് നേരത്തെ. അപ്പോൾ അങ്ങനെ അവൻ റെക്കമെൻഡ് ചെയ്തിട്ടാണ് നമ്മളിത് ഇവിടോട്ട് വന്നത്. പക്ഷേ ഇത് വർക്കല ബീച്ചിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ഇപ്പുറം വരണം. വർക്കല ബീച്ചിൽ നിന്ന് നമ്മൾ പിന്നെ ഈ തിരുവനന്തപുരം ഭാഗത്തോട്ട് പോകുന്ന റൂട്ടിൽ 1 കിലോമീറ്റർ വന്നെങ്കിലേ ഇത് കാണാൻ പറ്റും. സർവ എന്നാണ് ബീച്ചിൻ്റെ പേര്. ബീച്ചല്ല, റിസോർട്ടിൻ്റെ പേര്. കൊള്ളാം. ഇവിടുത്തെ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈറ്റിങ്സ് ഒക്കെ നല്ല രസമുണ്ട്. ഫുഡിൻ്റെ കാര്യം അറിഞ്ഞുകൂടാ, ഇനിയിപ്പോൾ അവിടെ ചെന്ന് അല്ല. കേഫ് സർവ അടിപൊളി ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞ ഒരു വെസ്റ്റേൺ സ്റ്റൈലാണ് ഇവിടെ വന്ന് കാണുമ്പോഴേ. ഒരു വെസ്റ്റേൺ ലുക്കാണ് മൊത്തത്തിൽ. അതുകൊണ്ട് നല്ല ഭംഗിയുണ്ട്. ശരിക്കും ഇത് വിദേശികളെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു പിന്നെ റിസോർട്ടാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പിന്നെ സൗകര്യങ്ങളും അവിടെ കാണുമല്ലോ. കാരണം ആ ഒരു ലക്ഷറി സെറ്റപ്പിലുള്ള ഫെസിലിറ്റീസ് അവർക്ക് കൊടുത്തെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ട് വിദേശികൾ ആകർഷിച്ച് വരത്തുള്ളൂ. മിക്കവാറും ഇങ്ങനത്തെ സ്ഥലങ്ങളിലെല്ലാം ഇതുപോലുള്ള നല്ല ഹൈ ഫെസിലിറ്റീസ് അവർ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇവിടെയും അത് തന്നെയാണ് സംഭവം. കൊള്ളാം. നമ്മൾ ഈ റിസോർട്ടിൻ്റെ സൈഡിൽ ഇങ്ങോട്ട് വരുന്ന കേഫ് സർവ കണ്ടില്ലേ, ഇവിടെയാണ് റെസ്റ്റോറൻ്റ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് കയറി എന്തൊക്കെയുണ്ട് കഴിക്കാനുള്ളതെന്നൊക്കെ ചോദിച്ചിട്ട് പോവാം. വില കൂടുതലാണെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം, നോക്കട്ടെ. അടിപൊളി. ഇത് പിന്നെ അതായത് നമ്മൾ ഈ റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞ കടലിന് അഭിമുഖമായിട്ടായിരിക്കുന്നത് കേട്ടോ. ഇവിടെ വെളിയിൽ ഇരുന്നും വേണേൽ കഴിക്കാം, അകത്തിരുന്നും കഴിക്കാം. നല്ല സൗകര്യമുണ്ട് കേട്ടോ. അടിപൊളി സൂപ്പർ. കൊള്ളാം. ഒരു പ്രത്യേക ഒരു ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒറ്റയ്ക്ക് വന്നിരുന്ന ശാന്തമായിട്ട് നമുക്ക് ഉല്ലസിച്ച് പിന്നെ ഭക്ഷണം കഴിക്കാനും കുടുംബത്തോടൊക്കെ വന്ന് നിന്ന് ആസ്വദിക്കാനും ഒക്കെ പറ്റിയ ഒരു സ്ഥലമാണ്. ഇവിടെ താഴോട്ടൊരു കുഴി പോലെ ഇതെന്ത് സ്റ്റെപ്പൊക്കെ ഇട്ടിരിക്കുന്നു കേട്ടോ. നമുക്കെന്തായാലും താഴോട്ടൊന്ന് ഇറങ്ങിപ്പോയി നോക്കാം, ഇതെന്തോ സംഭവം എന്നറിയണമല്ലോ. ദൈവമേ, പഠിക്കട്ട കേട്ടോ. നല്ല കുത്തിറക്കമാണ്. എനിക്ക് തോന്നിയത് നമ്മുടെ ഈ കടൽ തീരത്തോട്ടുള്ള ഒരു വഴിയാണ് കേട്ടോ. അടിപൊളി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, ഈ താഴേന്ന് ഇത്രയും ഹൈറ്റിലാണ് ഈ പിന്നെ റിസോർട്ട് ഉള്ളത് കേട്ടോ. ആ ഭൂപ്രകൃതി അങ്ങനെയാണ്. ഇത് കുറേ ഉണ്ട് നടക്കാം കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ റിസോർട്ടിൽ വരുന്നവർക്ക് പിന്നെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ്. അതായത് മണ്ണൊക്കെ മാറ്റിയിട്ടേ അതുവഴി താപ്പോട്ടൊരു നടപ്പാത ഉണ്ടാക്കിയിട്ടിരിക്കുക. എന്തായാലും നമുക്ക് താപ്പോട്ടൊന്ന് ഇറങ്ങിപ്പോ. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഈ താപ്പോട്ട് ഇറങ്ങിപ്പോകുന്നത് നല്ലതാണ്. പക്ഷെ ഇത്രയും ഇറങ്ങി അത്രയും സ്ഥലം നമ്മൾ തിരിച്ചു കയറണം. തിരിച്ചു കയറുന്ന ആലോചിക്കുമ്പോഴേ ഒരു പാട്. ഇറങ്ങിപ്പോൻ നല്ല രസമുണ്ട്. കണ്ടില്ലേ, കടൽ തീരത്തോട്ടുള്ള വഴിയാണ് കേട്ടോ. സൂപ്പർ. ഇനി തിരിച്ചു കയറുന്നത് ഇത്തിരി ബുദ്ധിമുട്ടായാലും വേണ്ടില്ല, നമ്മൾ ഇറങ്ങി കണ്ടിട്ടേ വരുന്നുള്ളൂ. അടിപൊളി. ഞാനൊരു ശകലം ഒന്ന് ഇറങ്ങി കണ്ടിട്ടേ തിരിച്ചും കയറാമെന്ന് വിചാരിച്ചത്. പക്ഷെ ഇത് എന്തായാലും ഒന്ന് പോയി കാണണം. സൂപ്പർ. അടിപൊളി കേട്ടോ. ഒരു പ്രത്യേക രീതിയിൽ കെട്ടി ഉണ്ടാക്കിയിട്ടിരിക്കുക ഇവിടെ.
ദൈവമേ, നല്ല വിജനമായ ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടുന്ന് അധികം ആരുമില്ല, ഇവിടുന്ന് ആരുമില്ല. അടിപൊളി. ഇത് വിദേശികളൊക്കെ വരുന്നുണ്ടെങ്കിൽ അവർക്ക് ഇറങ്ങി ആസ്വദിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത് കേട്ടോ. ഇതൊരു ഭയങ്കര അത്ഭുതമായി പോയി എനിക്ക് കേട്ടോ. സൂപ്പർ. ദൈവമേ, ഇത് ഇറങ്ങി എവിടെ ചെല്ലും എന്തോ. ഈ രണ്ട് സൈഡിലും പിന്നെ ചെറിയ ചെറിയ കുറ്റിക്കാടുകളൊക്കെ ഉണ്ട് കേട്ടോ. അത് ഇനിമല്ല അവിടെ ആരൊക്കെ ഇരിപ്പുണ്ട്. ഇവിടെ പോലെ പാമ്പിന്റെ ശല്യം വല്ലതും ഉണ്ടാവും എന്തോ. ഇവിടൊക്കെ ആളുണ്ട്, അതുകൊണ്ട് തന്നെ പേടിക്കണ്ട, കുഴപ്പമില്ല. നമ്മള് മോളി വെച്ച് കണ്ടതുപോലല്ല, താഴോട്ടിറങ്ങി ചെല്ലും തോറും ആളും പേരുമൊക്കെ ഉണ്ട്. അയ്യോ, ഇനിയുണ്ട് കേട്ടോ അങ്ങോട്ട് താഴോട്ടിറങ്ങാൻ. കുറച്ച് ദൂരം കൂടുതല. അയ്യോ, അയ്യപ്പോ, ഇവിടുന്ന് ഇനിയുണ്ട് കേട്ടോ, നല്ല ദൂരമുണ്ട്. ഇത്ര ഇനി നമുക്കിനി തിരിച്ച് കേറണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ ആകപ്പാടെ ഒരു അയ്യോ. ഒരു നല്ല തണുത്ത കാറ്റുണ്ട് കേട്ടോ. ഈ ചൂട് സമയത്ത് ഇത് കടലിൽ നിന്നുള്ള കാറ്റ് വീശുന്ന ഒരു പ്രത്യേക സുഖമാണ്. നല്ല തണുത്ത കാറ്റും ഒരു 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 പ്രത്യേക ഒരു ഫീലിങ്സ് ആണ് കേട്ടോ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ. അടിപൊളി. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സ്ഥലമായിപ്പോയി. അപ്രതീക്ഷിതമായിട്ടാണ് നമ്മൾ ഈ സത്യം പറഞ്ഞ ഈ റിസോർട്ടിൽ വരുന്നതും ഇങ്ങനൊരു വഴി കാണുന്നതൊക്കെ വളരെ അപ്രതീക്ഷിതമാണ്. അവിടെ താഴെ ആരൊക്കെ ഉണ്ട് കേട്ടോ, മൊബൈലിൻ്റെ വെട്ടമൊക്കെ കാണാം. അപ്പം ഇങ്ങനെ സ്റ്റെപ്പുകളിൽ എനിക്ക് തോന്നുന്നു ഈ ഇടവിട്ടേ ആളുകൾ ഇരിക്കുന്നുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യം ഇറങ്ങി വന്നപ്പം വിജനമാണെന്നാണ് വിചാരിച്ചത്. അപ്പം നമുക്ക് ഒറ്റയ്ക്ക് ഇറങ്ങി ഒന്ന് കണ്ട് ആസ്വദിച്ചിട്ട് വരാമെന്നൊക്കെ വിചാരിച്ച്. അടിപൊളി. എങ്ങനെയുണ്ട് നിങ്ങൾ കണ്ടിട്ട്? സൂപ്പർ അല്ലേ? നമുക്ക് ഒരു വല്ലാത്തൊരു അത്ഭുതമായി പോയി കേട്ടോ. ഇങ്ങനെ ഈ എന്താ ഒരു ഇത്രയും കുത്തിറക്കവേ. അപ്പൊ ഈ കടലിൽ നിന്ന് ഒരു 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 മേൽത്തട്ട് പോലെ ഇത്രയും ഹൈറ്റിൽ ഇങ്ങനെ വരിക എന്ന് പറഞ്ഞാലേ എന്തുവാന്നേ, സാധാരണ കടൽ തീരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പരന്നങ്ങ് കിടക്കുകയല്ലേ. പക്ഷെ ഇതിങ്ങനെ പെട്ടെന്ന് ഒരു ഭൂപ്രകൃതിയിലൊരു മാറ്റം, വ്യത്യാസമായി ഇവിടെ കേട്ടോ. ഇതൊക്കെ ഇതിൻ്റെ ഒരു പ്രത്യേകത, വർക്കലയുടെ പ്രത്യേകത ഇതൊക്കെയാണ്. പെട്ടെന്ന് അതിനൊരു ഇല്ലേ, ഭൂപ്രകൃതി ഒരു മാറ്റം കണ്ടില്ലേ. അടിപൊളി. അപ്പം നമ്മളങ്ങനെ ഇറങ്ങി ഏകദേശം കടലിലെ മണലിലോട്ട് കാലി ഔട്ടാറായി. ഈ കടലിലെ മണലും നമ്മളിപ്പം നിൽക്കുന്നിടത്ത് മണ്ണുമാണ്. അതാണ് അത്ഭുതം കേട്ടോ. അടിപൊളി. അയ്യോ, നാണ്ട പാറയുണ്ട് കേട്ടോ, ഇവിടെയൊക്കെ പാറയുണ്ട്, പാറയിടുക്ക് പോലെ. ആഹാ. അപ്പൊ അങ്ങനെ നമ്മള് ബീച്ചിലോട്ട് ഇറങ്ങുക. ഇത് റിസോർട്ടിന്റെ താഴെയുള്ള ബീച്ചാ. അടിപൊളി. അങ്ങനെ നമ്മള് മണൽത്തിട്ടയിൽ ഇറങ്ങി. സൂപ്പർ കേട്ടോ, ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസാ. പക്ഷെ ഇരുട്ടായതുകൊണ്ടേ കടലിലൊന്നും കാണാനും ഒന്നുമില്ല. കണ്ടില്ലേ, പാറക്കെട്ടും പിന്നെ മരവും ഒരുമാതിരിയില്ല ഈ പിന്നെ പണ്ട് കാലത്തെ സിനിമയിലൊക്കെ കാണുന്ന ഒരു സീനാണ് കേട്ടോ ഇതൊക്കെ. അടിപൊളി. നമ്മളിപ്പോൾ നിൽക്കുന്നത് സർവ കഫേയുടെ അതുവഴി നമ്മളിപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങി വന്ന ആ സ്ഥലമാണ്. ഇത് കണ്ടില്ലേ, അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ. ഇതിൻ്റെ മുകളിലാണ് ഈ കഫേ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ. കൊള്ളാം, സൂപ്പർ, നല്ലൊരു ബീച്ചാണ്, അടിപൊളി ഒരു ബീച്ചാണ്, കൊള്ളാം. അപ്പോൾ എന്തായാലും നമുക്കിനി നേരെ തിരിച്ച് ഈ സ്റ്റെപ്പ് മൊത്തം കയറി വേണം തിരിച്ചു പോകാനായിട്ട്. ഓക്കെ, നമ്മളങ്ങനെ ഈ സ്റ്റെപ്പ് മൊത്തം കയറി മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. നല്ല കുത്ത് കയറ്റം കേട്ടോ, താഴോട്ട് ഇറങ്ങിയതുപോലെ അല്ല, മേപ്പോട്ട് കയറാൻ ഇത്തിരി കട്ടിയാ. എൻ്റെ പൊന്നോ, തിരിച്ച് കയറുമ്പോഴേ നമ്മൾ ഇത്തിരി ഒന്നൊന്ന് ടയേർഡാകും കേട്ടോ. കാരണം ഇത് നമ്മൾ വിചാരിച്ചതുപോലെ അല്ല, കുറച്ച് കുത്ത് കയറ്റമാണ്. ഈ കയറ്റം കയറി ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ, ഇത് കണ്ടില്ലേ, രണ്ട് പിന്നെ ഈ പഴയ കാലത്തെയൊക്കെ ചില വീടുകളിലോട്ടൊക്കെ കയറി പോകത്തില്ലയോ എന്ന് പറഞ്ഞാൽ ചെങ്കല്ല്, രണ്ട് സൈഡിലും ചെങ്കല്ല് കൊണ്ടുള്ള ചെറിയ ഒരു ഗുഹയ്ക്കകത്തോട്ട് കയറി പോകുന്ന പോലെ, ചെങ്കല്ലിൻ്റെ ഒരു ഗുഹയ്ക്കകത്തോട്ട് കയറി പോകുന്ന പോലെ കണ്ടില്ലേ.
നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി വന്ന സ്ഥലം തന്നെ. പക്ഷെ ഇത് താഴെ നിന്ന് മേപ്പോട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാ. നമ്മൾ അങ്ങനെ ഒന്നും ഇങ്ങനെ ഇതിനകത്തൂടെ ഇങ്ങനെ വിജയമായിട്ട് കയറി മുകളിലോട്ട് ചെല്ലുമ്പം കണ്ടില്ലേ, നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ ഒരു കഫേയും കാര്യങ്ങളും ആ റിസോർട്ടിന്റെ ഭാഗങ്ങളും ഒക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, പെട്ടെന്ന് നമ്മൾ ഈ വേറൊരു ലോകത്തെ എന്നൊരു ഫീലിംഗ് ആണ്. അത് താഴേന്ന് കയറി വരുമ്പോഴേ നമുക്ക് ആ ഒരു എഫക്റ്റ് അറിയത്തുള്ളൂ. ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മളിങ്ങനെ കയറി വരുന്നു. നമ്മൾ ഇറങ്ങിപ്പോയപ്പോൾ ഇതുവഴി ഇറങ്ങിപ്പോയി, അതുകൊണ്ട് പ്രതീക്ഷിക്കാനായിട്ട് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. എങ്കിലും തിരിച്ചിങ്ങോട്ട് കയറി വരുമ്പോഴേ അത് കറക്റ്റായ ഒരു എഫക്റ്റ്, ഒരു വല്ലാത്ത ഫീലിംഗാണ്. അടിപൊളി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത കാഴ്ചകളുമായിട്ട് വീണ്ടും കാണാം. ബൈ.